കണ്ണൂരിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അക്കൗണ്ടിൽ വരും. ഇ.കെ. നായനാരും ഉമ്മൻചാണ്ടിയും വി.എസ്. അച്യുതാനന്ദനുമെല്ലാം വിമാനത്താവളത്തിന് കനത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിലും വിമാനങ്ങളുടെ ഗതാഗതം പിണറായിയുടെ കാലത്താണെന്ന് ചരിത്രം രേഖപ്പെടുത്തും. വികസന ഗ്രാഫിൽ കണ്ണൂർ വിമാനത്താവളം ഏറ്റവും മുകളിൽ തന്നെയുണ്ടാകും. അന്താരാഷ്ട്ര വികസന കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ രീതിയിലാണ് നിർമ്മാണം. ലോകത്തെമ്പാടുമുള്ള വിമാന കമ്പനികൾ താൽപ്പര്യവുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു. 15 എയർലൈൻസ് വിമാന കമ്പനികൾ വന്നിരുന്നു. ഇന്ത്യക്കകത്തുള്ളതും ഇന്ത്യക്ക് വെളിയിലുള്ളവരും. ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. നിർമ്മാണങ്ങൾ 90% കഴിഞ്ഞു. ലൈറ്റിംഗ്, റൺവേ, പാസഞ്ചർ ടെർമിനൽ ഒരുക്കങ്ങൾ പൂർത്തിയായ എന്ന് തന്നെ പറയാം. കസ്റ്റംസ്, എമിഗ്രേഷൻ, സെക്യൂരിറ്റി ജോലികൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. ലൈസൻസിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. 2555 ഏക്കറിലാണ് പ്രവൃത്തികൾ. റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു. റെയിൽ കണക്ടിവിറ്റിക്ക് സമയമെടുക്കുമെങ്കിലും പദ്ധതി പരിഗണനയിലുണ്ട്. യാത്രക്കാർക്കും ചരക്ക് വിനിമയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി എത്രയും വേഗം മികച്ച വരുമാനമുണ്ടാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ സ്വന്തം നാട്ടിൽ വൻ വികസനമുണ്ടാക്കിയ നേതാവെന്ന പ്രതിച്ഛായ കൂടി പിണറായി വിജയൻ എന്ന പേരിനൊപ്പമുണ്ടാകും. CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.